ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലെത്തി വിദഗ്ധ ജോലി ചെയ്യുന്നതിനാവശ്യമായ വിസയാണ് H-1B വിസ എന്ന് പറയുന്നത്. ഓരോ സാമ്പത്തിക വർഷവും US കോൺഗ്രസ് ഇത്തരം വിസകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാറുണ്ട്. 85,000 US കോൺഗ്രസ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന പരിധി. എല്ലാ കാലത്തും ഈ വിസയിൽ അമേരിക്കയിലെത്തുന്നതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഈ വിസകളിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുൻ US കോൺഗ്രസ് അംഗവും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ഡേവ് ബ്രാറ്റ് ആണ് ഇത്തരമൊരു തട്ടിപ്പിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത്. ആകെ 85,000 വിസകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്നിരിക്കെ എങ്ങനെയാണ് ചെന്നൈ കോൺസുലേറ്റിൽ മാത്രം 2,20,000 വിസകൾ പ്രോസസ് ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിനു പിന്നിൽ വ്യാവസായിക തലത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഡേവ് ബ്രാറ്റിന്റെ ആരോപണങ്ങൾക്ക് ബലമേകുന്ന ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഒരു മുൻ US ഡിപ്ലോമാറ്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ വംശജയും നേരത്തെ ചെന്നൈ US കോൺസുലേറ്റിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്ന മഹ്വാഷ് സിദ്ദീഖിയാണ് ഡേവ് ബ്രാറ്റിന്റെ ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയിലെത്തുന്ന H-1B വിസക്കാരിൽ 80% ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള H-1B വിസകളിൽ 90% തട്ടിപ്പിലൂടെയാണ് നേടുന്നത് എന്നാണ് മഹ്വാഷ് സിദ്ദീഖി പറയുന്നത്. ചെന്നൈ കോൺസുലേറ്റിൽ താൻ ജോലി ചെയ്ത 2005-2007 കാലത്തെ അനുഭവങ്ങളിൽ നിന്നാണ് അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. തൊഴിൽ പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയെല്ലാം സംബന്ധിച്ച വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യക്കാരിൽ മഹാഭൂരിഭാഗവും H-1B വിസകൾ തരപ്പെടുത്തുന്നത്.